ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു ബലം വിശദമായിട്ട് വിലയിരുത്തുമ്പോൾ ആ രീതിയിൽ തന്നെ ഒരു അനാലിസിസിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം തൃശ്ശൂരിൽ ഉൾപ്പെടെ ബി.ജെ.പി ഉണ്ടാക്കിയപ്പോൾ അതിലൊരു നിർണായക പങ്ക് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മെയിൻ ഫാക്ടർ ക്രിസ്ത്യൻ വോട്ട് തന്നെയായിരുന്നു. ക്രിസ്ത്യൻ വോട്ട് എൻ നമ്പറായിട്ട് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു എക്സ് ഫാക്ടർ. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, അതുകൂടാതെ പുതുക്കാട്, ഒല്ലൂര്, പിന്നെ ഇരിങ്ങാലക്കുട, ഈ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് ഒന്നാമതെത്താൻ സാധിച്ചു. അതിൽ തന്നെ ഒല്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ്. അതുകൂടാതെ തൃശ്ശൂരിലും ഇരിങ്ങാലക്കുടയിലും പുതുക്കാടിലുമെല്ലാം ക്രിസ്ത്യൻ ജനസംഖ്യ വളരെ നിർണായകമാണ്. അപ്പോൾ UDFനെ കൈയൊഴിഞ്ഞ് പൂർണ്ണമായും ബി.ജെ.പിക്കൊപ്പം നിലനിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൂടാതെ തന്നെ പലയിടങ്ങളിലും, കേരളത്തിലെ പലയിടങ്ങളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമൊക്കെ നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വോട്ടുകൾ ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ബി.ജെ.പിക്കൊപ്പമില്ല. അതായത് ബി.ജെ.പിക്ക് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്യുന്നവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ക്രിസ്ത്യൻ വോട്ട് തിരികെ UDFിലേക്ക് പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.